ഓക്കെ, എൻ്റെ പേര് കുമ്പമ്പടം സ്കറിയ എന്നാണ്. ഇത് മേരി സ്കറിയ. എൻ്റെ വീട്ടുപേര് കുമ്പമ്പടം അല്ലേ? കുമ്പമ്പടം എന്നാണ്. ഇത് മേരി സ്കറിയ. അപ്പോൾ അവിടെ വീട്ടുപേര് പഴയ തുരുത്തേത് ഞാലിയാകുഴി പുതുപ്പള്ളി, എരമല്ലൂർ. ഞങ്ങളുടെ വീട് മീനടം. ഓണത്തിൻ്റെ പാട്ടൊന്നും അറിയത്തില്ല. ബൈബിളിലെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടം പോലെ അറിയാം, പക്ഷെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും തുടങ്ങി തരണം അല്ലേ? കാലത്തെ നേരത്തെ എഴുന്നേറ്റു വൈകാതെ ചോലയിൽ ചെന്നു കുളിച്ചു വന്നു. കേവലം തന്നോടെ ഭർത്താവിനതേര ദേവകാര്യത്തിൻ്റെ കൊപ്പുകൂട്ടി വെള്ളവും കാച്ചി കുളിപ്പിച്ചു കാന്തനെ വേദന കൂടാതെ മെല്ലെ മെല്ലെ. താങ്ക് യു അച്ഛാ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഓർമ്മയിലില്ല. ഇത് ഒരു നല്ല സ്ത്രീ എന്ന് പറയുന്നതാണ്. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവിന് അസുഖം വന്ന് ദേഹത്തെല്ലാം വ്രണവും പിടിച്ച് കിടക്കുകയാണ്. ആ കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാഗമാണിത്. അതായത് അവർ വെളുപ്പിനെ എഴുന്നേറ്റ്, നായരായിരിക്കും അറിയത്തില്ല, വെളുപ്പിനെ പോയി ചോലയിൽ പോയി, അതായത് അരുവിയിൽ പോയി കുളിച്ച് വന്ന് എന്നുവെച്ച് ഭർത്താവിനെ വെള്ളം ചൂടാക്കി വെള്ളവും കാച്ചി കുളിപ്പിച്ചു കാന്തനെ വേദന കൂടാതെ മെല്ലെ മെല്ലെ. അങ്ങനെ വേദനയൊന്നും വരാതെ മെല്ലെ മെല്ലെ അവരെ ക്ലീൻ ചെയ്ത് വിടും. അതാണ് ഒരു നല്ല സ്ത്രീ. വെരി ഗുഡ്. അത് കവിതയാക്കി നല്ല ഓർത്തിരിക്കാൻ മീൻസ് ഇതൊക്കെ പഠിക്കില്ല. കാരണം അത് മനസ്സിൽ പതിയണം എങ്ങനെയായിരിക്കണം നിങ്ങൾ ഫ്യൂച്ചറിലെന്നല്ല. അതിനാണ് അതിന്റെ ഹെഡിങ് തന്നെ നല്ല സ്ത്രീ. നല്ല സ്ത്രീ. ഈ മലയാളം സാഹിത്യത്തിനോടുള്ള ഇഷ്ടമായിരുന്നോ ചെറുപ്പത്തിൽ? ഒന്നുമില്ല. മലയാളം ശരിക്കും വായന കൂടി അറിയാൻ മേല. പദ്യം, കവിത ഇത് സ്കൂളിൽ പഠിക്കുന്നതാണ്. സ്കൂളിൽ പാഠപുസ്തകങ്ങൾ മനസ്സിലായി. ഈ ചില കാര്യങ്ങൾ പഠിച്ചത് ഒന്നും പഠിക്കാറില്ല, ചിലത് പഠിച്ചത് മനസ്സിൽ വളരെയധികം ഹൃദയസ്ഥം ഉണ്ട്. ഒന്ന് പിന്നെ മഹാത്മാഗാന്ധിയുടെ വിദ്യാർത്ഥികളോടെന്നും പറഞ്ഞുള്ള ഒരു പാഠമാണ്. ഓ ശരി. ഈ പിന്നെ മഹാത്മാഗാന്ധി ഏത് സമുദായക്കാരനാണ്? ബ്രാഹ്മണനാണോ? അല്ല. ഏത് സഭയിലാണ് വിശ്വാസം? ഏതിലാണ് വിശ്വാസം? ഹിന്ദു ആയിരിക്കണോ അല്ലേ? പള്ളിയിൽ പോകാറുണ്ടോ? അമ്പലത്തിൽ പോകാറുണ്ടോ? പുള്ളി പോകാറില്ല, ഒരിടത്തും പോകാറില്ല. അതായത് പുള്ളിയുടെ വിശ്വാസം പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷയാണല്ലേ? അപേക്ഷയല്ല അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരാ അത് പ്രാർത്ഥിച്ചത്? അത് കർത്താവ് പ്രാർത്ഥന എന്നാണ് പ്രാർത്ഥന. അത് നമ്മൾ ഏറ്റില്ലെന്നുകൊണ്ട് നമുക്ക് എന്നാ ഗുണമുണ്ട്? ഒന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ വെള്ളവും കാച്ചി കുളിപ്പിച്ചു കാന്തനെ വേദന കൂടാതെ ആർക്കായതുകൊണ്ട് ഗുണമുള്ളത്? കർത്താവ്, അതായത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു പള്ളിയിൽ പോകുന്നത് അത് പ്രാർത്ഥിക്കാൻ പോകുന്നതല്ല. പള്ളി എന്ന് പറയുന്നത് ഒന്നുമില്ല, കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയതാണ്. അത് പൊട്ടി കളഞ്ഞാൽ അല്ല, അത് പണിയുന്നതിന് മുമ്പ് അവിടെ എന്തോ ആയിരുന്നു. അതെ. അപ്പം അതുകൊണ്ട് മഹാത്മാഗാന്ധി പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അതായത് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിട്ട് മറ്റുള്ള ചിന്തകളിൽ നിന്ന് വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പാവം നിങ്ങൾ തന്നെ ഏറ്റു പറഞ്ഞ് 1 സെക്കൻഡ് ഏറ്റു പറഞ്ഞാൽ അതാണ് പ്രാർത്ഥന. അല്ല ഈ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നതും പ്രാർത്ഥന വായിക്കണ്ട. കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്
പിന്നെ കത്തോലിക്കര് പ്രാർത്ഥിക്കുന്ന പോലെ കോഴിക്കോട് അടുത്തോടി ആടിനെ കെട്ടിയോടി ഇതേറ്റി തീറ്റി കൊടുത്തോടി ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അതെ അതെ. ആ ചിന്തയിൽ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല. മഹാത്മാഗാന്ധി പറയുന്നത് നിങ്ങൾ ഏകാഗ്രതയായിട്ട് 1 സെക്കൻഡ് നിങ്ങൾ കർത്താവിൽ മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അപ്പോൾ കേൾക്കും. അല്ലാതെ നിങ്ങൾ ഈ പുസ്തകത്തിൽ കിടന്ന പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചയും പോയി ഇത് കാണുകയും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനിയുടെ മിന്നലിട്ട് ആട്ടുന്ന ആ സാമാനായിട്ട് ആട്ടി ഒന്നും നിങ്ങൾ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ നന്നായോ. ഈ ചെറുപ്പകാലത്തിലെ അച്ഛൻ്റെ സ്കൂൾ ജീവിതകാലത്തൊക്കെ ഈ വിശ്വാസത്തിൽ എങ്ങനെയായിരുന്നു? വളരെ തീവ്രമായ വിശ്വാസമായിരുന്നു? വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ വിശ്വാസം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് വിശ്വാസത്തിനെ പറ്റി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, കാണാത്തതാണ്. കർത്താവായ യേശു ക്രിസ്തു കന്യകമറിയാമിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഓക്കെ. നമ്മുടെ ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അന്ന് സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ വളരെ തീവ്രമായിട്ട് നമ്മളെ ഇതിനു വേണ്ടി പരിശീലിപ്പിക്കുമായിരുന്നു. മറ്റ് ഇതുപോലെ ഇല്ല, ഒന്നുമില്ല, ഒരു കമ്പൾഷനും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ പാഠത്തിൽ പുസ്തകമുണ്ട്. സാധാരണ പഠിപ്പിക്കുന്ന പോലെ സാറ് വന്ന് അത് വായിക്കും, അതിൻ്റെ അർത്ഥം പറഞ്ഞുതരും, അർത്ഥം ബുക്കിൽ എഴുതി തരും, ഇതും ചെയ്ത് നമ്മളത് കാണാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് വരുമ്പം പറയും അത് കാണാതെ എഴുതണമെന്ന് വരും. അപ്പം നമ്മളിത് കാണാതെ പഠിച്ചാൽ പറ്റും. അത്ര അന്ന് ആ കാലഘട്ടം, അതായത് 50 60 രാവിലെ 10 മണിക്കാണ് സ്കൂളിൽ പോകുന്നത്. 8 മണിക്ക് പോകുമ്പോൾ 10 മണിക്ക് മുതൽ 4 മണി വരെ, ഉച്ചയ്ക്ക് അരമണിക്കൂർ, 1 മണിക്കൂർ, അരമണിക്കൂർ അത്രേ ഉള്ളൂ. ആ സമയത്ത് അന്ന് മണിയുണ്ടോ? ഒന്നുമില്ല, വീടുകളിൽ വാച്ചൊന്നുമില്ല. പോകുന്നത് എങ്ങനെയാ അറിയോ? ഇല്ല. സമയം നോക്കി പോകുന്നത് എങ്ങനെയാണെന്നറിയോ? എല്ലാരും പോകുമ്പോൾ നമ്മൾ പോകും. അല്ല, നിഴല് നോക്കി, മനുഷ്യന്റെ നിഴല് നോക്കി സമയം പറയും. അത് ശരി. 9 മണി 8 മണി 10 മണി എല്ലാം നിഴല് നോക്കി പറയും. നിഴല് നോക്കിയാണ് പറയുന്നത്. ഓ അത് ശരി. നമ്മള് പള്ളിക്കൂടത്തിൽ പോകുന്നത്, അതായത് എന്റെ കാലത്തൊക്കെ പള്ളിക്കൂടത്തിൽ പോകുന്നത് വീടിന്റെ നിഴല് എവിടെ വരുന്നോ അത് നോക്കിയാ പോകുന്നത്. അത് അവിടെ വരുമ്പോൾ മണി 10 ആവും. ഓ അത് ശരി, മനസ്സിലായി. അപ്പം അങ്ങനെയാണ് പോകുന്നത്. കിഴക്ക് എന്നുള്ള താമസിച്ചാലൊന്നും വലിയ ഇഷ്യൂ ഇല്ല ഈ കാര്യത്തിലല്ലേ? ആ പിന്നെ ഉണ്ട്. അടി കിട്ടും. അടി കിട്ടുമോന്ന് ചോദിക്കാനുണ്ടോ? ഇത് 10 മണിക്ക് മണിയടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഹെഡ് മാസ്റ്റർ വടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കാണുന്നവരൊക്കെ എവിടെയായിരുന്നു ചോദിച്ചാൽ അടിയുണ്ട്. ഞാൻ ഇന്നാളിൽ ഒരു ഇൻ്റർവ്യൂ എടുത്ത ഒരു ലേഡി പറഞ്ഞതേ, ആ ലേഡിയെ 10 മണിക്ക് കറക്റ്റ് ചെല്ലാൻ പറ്റത്തില്ല, മിക്കവാറും ഓടിയായി വരുന്നതെന്ന് പറഞ്ഞു ആ ലേഡി, പെങ്കൊച്ച്. അപ്പം ഒരു ദിവസം ആ സാറ് വഴി മാറി ഒരിടത്തൂടെ പോയപ്പം ഈ പെങ്കൊച്ച് രാവിലെ റബ്ബറിന് പാലെടുക്കുക. പിറ്റേ ദിവസം മുതൽ ഈ കൊച്ചിനെ മറ്റേ അസംബ്ലിക്ക് പുറത്ത് നിർത്തുമായിരുന്നു, വെയിലത്ത് നിർത്തുമായിരുന്നു. പിറ്റേ ദിവസം മുതൽ ആ കൊച്ചിനെ മുറ്റത്ത് നിർത്തത്തില്ല. കാരണം അത് റബ്ബർ പാൽ മുഴുവൻ എടുത്തിട്ടാണ് വരുന്നത്, വീട്ടിലെ കഷ്ടപ്പാടന്നെ. അപ്പം റബ്ബർ വെട്ടിട്ട് പോയാൽ ഈ കൊച്ചാണ് പാലെടുക്കുന്നത്. അത് ശരി. അന്നും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ പറയുന്ന ഞാനൊക്കെ പോയിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പണിക്കാരുണ്ട്. ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് കന്നുകാലിക്കൂട്ടിലെ ഒരു 2-3 കാള കാണും, എരുമ കാണും, പോത്ത് കാണും, ആട് കാണും. ഇതിനെല്ലാം ചാണകവും വാരി അവിടുത്തെ അതിനെല്ലാം വെള്ളവും കൊടുത്ത് തീറ്റയും കൊടുത്തേച്ചാ പോകുന്നു. ഞാൻ ഒരു ദിവസം 2 മുണ്ട് കൊടുത്തുകൊണ്ട് സ്കൂളിൽ പോയി. എന്ന് പറഞ്ഞാല് കുളിക്കാൻ വീട്ടിൽ കൊടുക്കുന്ന കൈലി ഉണ്ടല്ലോ, അത് കൊടുത്തോണ്ട് കുളിക്കാൻ പോയി. അപ്പോഴത്തേക്കിന് സമയം പോയി. നമ്മൾ ഓട്ടിയ വെള്ളത്തിൽ തേച്ചൊന്നുമല്ല കുളിക്കുന്നത്. കുളിക്കാതെ വന്നിട്ട് ഓടി വന്നിട്ട് എന്നെ അടുത്ത് സമയം പോയ കാരണമായിട്ട് സ്കൂളിൽ പോകുന്ന മുണ്ടെടുത്ത് അതിൻ്റെ മുകളിൽ കൊടുത്തോണ്ട് നമ്മൾ ഓടി പോയി പള്ളിക്കൂടത്തിന് അടുത്ത് ചെന്നപ്പോഴാണ് തോന്നി അടിയിൽ ഏതാണ്ട് നോക്കിയപ്പോൾ 2 മുണ്ടുണ്ട്. പിന്നെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി അത് പറിച്ചിട്ടേച്ചാ
സ്കൂളിൽ ചെയ്ത്. അത് ശരി. അങ്ങനെയൊക്കെ ആയിരുന്നു. ആന്നു വളരെ കഷ്ടപ്പാടുള്ള സമയമായിരുന്നല്ലോ. അതെ അതെ. ആ സമയത്തൊക്കെ കോട്ടയത്തിനൊക്കെ പോകേണ്ടി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? മീനെടുത്തിന് മിക്കവാറൊക്കെ പോകണമായിരുന്നു. ഇല്ല, പോകേണ്ട ആവശ്യങ്ങളുണ്ട്. പിടിവണ്ടിക്ക് വെച്ചാണോ സാധനങ്ങൾ പോകുന്നത്? കാളവണ്ടിക്കാണോ? എന്താ? കാളവണ്ടിക്ക് സാധനങ്ങൾ. കാളവണ്ടിക്ക് പോകും, പിടിവണ്ടിക്ക് കൊണ്ടുപോകും. ചെറിയ ചെറിയ സാധനങ്ങളാണ് ചിലപ്പോൾ പിടിവണ്ടിക്ക് കൊണ്ടുപോകും, ആൾക്കാർ വലിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ കാളവണ്ടി പോകുന്നുണ്ടെങ്കിൽ കാളവണ്ടിക്ക് കയറ്റി വിടും. ആഹാ. അന്നൊക്കെ ഈ കോട്ടയത്തിന് ബസ്സുകളുണ്ടോ നിങ്ങളുടെ നാട്ടിൽ നിന്ന്? ബസ്സുകളുണ്ട്. ബസ്സുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഈ സാധനം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആഹാ. അപ്പോൾ കാളവണ്ടിക്കൊക്കെ കൊണ്ടുപോകുന്നത്. ചന്ത എന്ന് പറയുന്നത് പാമ്പാടിയിൽ ചന്തയുണ്ട്. പാമ്പാടിലെ ചന്ത വലിയ ചന്തയായിരുന്നു. പാമ്പാടി ചന്ത പച്ചക്കറി ചന്ത ഉണ്ടായിരുന്നു, കാളച്ചന്തയുണ്ട്. കാളച്ചന്തയും ഭയങ്കര ചന്തയായിരുന്നു. ഇഷ്ടം പോലെ ഒത്തിരി ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന് 2-3 ദിവസം മുമ്പേ വരും. 3 ദിവസം കാളച്ചന്ത. ഓ ശരി. ആ 3 ദിവസത്തിന് ഒരാഴ്ച മുമ്പ് മുതലേ ആൾക്കാർ ദൂരെ നിന്ന് വരും. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അയൽവക്കക്കാരുടെ വീട്ടിലൊക്കെ ഇതിനെ കെട്ടുന്നത്. വെള്ളം കൊടുക്കാനും തീറ്റി കൊടുക്കാനും ഒക്കെ ആയിട്ട് അവരവിടെ കെട്ടും. ചന്ത ദിവസം കൊണ്ടുപോയി വിൽക്കും. ഇപ്പൊ ഒന്നുമില്ല. അവിടെയൊക്കെ കെട്ടിടങ്ങളായി, അതായി ഇതായി ഒക്കെ പോയി. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ പ്രായമായതിനൊക്കെ ചന്തയെ കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കാളയൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്, പക്ഷെ വിറ്റിട്ടില്ല. അതൊക്കെ ഫാദർ തന്നെ നമ്മളെ കളിപ്പിക്കാനായിട്ട് കന്നാലേ ഒരു 10 രൂപ കിട്ടുന്ന ഒരു ആട്ടുകുട്ടിയെ തന്നേച്ച് പറയടാ, ഇത് 15 രൂപയാണെങ്കിലേ കൊടുക്കാവുള്ളൂ എന്ന് പറയും. നമ്മൾ കെട്ടി അവിടെ നിൽക്കുക 15 രൂപ കിട്ടാൻ നിൽക്കുക. അവിടെ വരുന്നവനൊക്കെ 8 രൂപ 5 രൂപ പറഞ്ഞേ തോന്നും. നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ അതിലെ കൂടെ തിരിച്ചു പോകും. നമ്മള് അതിനെങ്ങോട്ട് സന്ധ്യ വരെ അവിടെ നോക്കി നിന്നിട്ട് വരും, തിരിച്ചു വരും. അതുപോലെ തന്നെ ചന്തയ്ക്ക് വാഴക്കൊലയൊക്കെ ആയിട്ട് പോകും. അവിടെ ചെല്ലുമ്പം നല്ല വിലയാണെങ്കിൽ ചില തന്നെയല്ല പിള്ളേരാകുമ്പം വിലയൊന്നും ശരിക്കും പറയത്തില്ല. ഇടനിലക്കാരാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ. അതിനകത്തൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്. അമ്മാമ്മയുടെ ചെറുപ്പത്തിൽ അങ്ങനെ മാർക്കറ്റിലൊക്കെ പോയതായിട്ടൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് പോകത്തില്ല. അമ്മമ്മ അവിടുന്ന് വീടിന്റെ മുൻവശത്തോ അല്ലെ പുറകുവശത്തോ എവിടെയെങ്കിലും പോയി. പക്ഷെ അമ്മക്ക് കൃഷിയൊക്കെ അറിയാം, കൃഷിയൊക്കെ പറ്റിയൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ കാണുന്നതെല്ലാം കൃഷിയാണ്. അതെ അതെ. അമ്മമ്മ ഒരു പണിയും ചെയ്യല. ഇന്നലെ ഞാൻ രാവിലെ പറഞ്ഞു പയർ പറിക്കാനുണ്ട്. അതെ. വൈകിട്ട് വെയിലാറുമ്പം പറിക്കണം, എനിക്ക് പുല്ല് വെട്ടണം, എനിക്ക് ഒത്തിരി പണി ചെയ്യാനുള്ളതുകൊണ്ട് നീ വെയിലാറുമ്പം പറിക്കണമെന്ന് പറഞ്ഞു. അപ്പം നല്ല വെയിലത്ത് ഇതുപോലെ വെയിൽ തെളിയിക്കുമ്പോൾ പറിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പം പറിക്കണ്ട, കാരണം ഭയങ്കര വെയിലാണ്. അതെ അതെ. പിന്നെ പറിക്കാമെന്ന്. അത് കഴിഞ്ഞ് വെയിലാറി കഴിഞ്ഞാൽ എടി വാഴി നമുക്ക് പറിക്കാൻ പോകാമെന്ന് പറഞ്ഞ് എന്നാൽ ഇവളെ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് കൊണ്ട് ഞാൻ പയർ പറിച്ച് പയർ പറി തീർന്നിട്ട് ഇവളെ കാണും. നിന്നപ്പോൾ എന്നെ അടുക്കളയിൽ നിൽക്കണം അവിടെ. പാത്തുപാത്തിക്കല നിൽക്കുമല്ലേ പറയുന്നത്? കാര്യമായിട്ടൊക്കെയാ നിന്നെ. ആ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുക എല്ലാവരും അമ്മ. അതെ അതെ. കൃഷിയൊക്കെ നിർത്തി ഈ വർഷം ഇതൊന്നും കൃഷി ചെയ്തൊന്നുമല്ല. അല്ല എന്നാലും അതെ അതെ. എന്നാലും ഈ പ്രായത്തിൽ അച്ഛൻ ഇത്രയൊക്കെ കൃഷി ചെയ്യാനുള്ള മനസ്സ് വരുന്നല്ലോ. അതെ. ഇതൊക്കെ തന്നെ കിളുത്തു വന്നതാണ്. എന്നാലും ചേനയുണ്ട് ഒക്കെ ഉണ്ട്. അവിടെ 2-3 ചേന ഉണ്ടായിരുന്നു. അതെല്ലാം പള്ളിയെല്ലാം അതിന്റെ മുകളിൽ കൂടെ കയറി അതെല്ലാം പോയി. മുരിങ്ങ ഒക്കെ പൂക്കാറായി നിൽക്കുന്നു. കപ്പളങ്ങ ഉണ്ട്. ആ മുരിങ്ങയൊന്നും അങ്ങനെയൊന്നും അല്ല. ഈ സമയമാകുമ്പോഴത്തേന് പൂവായി കായായിരുന്നു. ഇപ്രാവശ്യം ഇതെല്ലാം വള്ളിയെല്ലാം കയറി അതുവഴിയെല്ലാം കയറി നോക്കുന്നില്ല. കാരണം ഈ വെയിലത്ത് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം വെയിൽ കൂടിയതായി കഴിഞ്ഞാൽ ഇപ്പൊ പ്രായമായില്ലേ. എന്തോ ആണോ? ഇപ്പം തന്നെ നമ്മൾ അരമണിക്കൂർ നിന്നപ്പോഴത്തേനെ കണ്ടില്ലേ വേർത്ത് കൊതുകുണ്ട് ഇരിച്ചില്ല. അതെ അതെ. ഈ വെയിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും നമ്മളെ ഇതിലും. അതെ അതെ. ഡൽഹിയിലെ ചൂടും എന്നൊക്കെ നല്ല ചൂടാണല്ലോ. അതെ. അത് അങ്ങനെ നടക്കാം ഒന്നുമില്ല. പക്ഷേ ഓരോ വർഷം ചെല്ലുമ്പോഴും പണി ചെയ്യുന്നില്ലെന്ന് പറയും. പിന്നെ ഇത് തന്നെ കിളുത്ത് വരുമ്പോൾ തന്നെയല്ല, പണ്ട് ഭയങ്കര കൃഷിയായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തോളം കൃഷിയായിരുന്നു. പാവലുണ്ട്, പയറുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. ഇത് ഞങ്ങൾ 2 പേരേ ഉള്ളു തിന്നാനും. പിന്നെ ആൾക്കാരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും. അതൊരു സന്തോഷമായിരുന്നു. നോർത്ത് കരോളിനായി ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലമുണ്ടായിരുന്നു. സൗത്ത് കരോളിനയിൽ അത്ര ഇല്ലായിരുന്നു. എന്നാലും ആ കരയിലുള്ളവർക്ക് കൊടുക്കാൻ കൃഷി അറിയാവുന്നതുകൊണ്ടേ കൃഷി ചെയ്താൽ അതിന് ഫലം ഉണ്ടാകുന്നുണ്ടല്ലോ. നമ്മളൊക്കെ അതിന്റെ പുറകെ അതൊന്നും ഇതൊന്നും വലുതായിട്ട് അറിയാനൊന്നുമില്ല. അതിനെ കുഴിച്ചു വെക്കണം, സമയാസമയം വെള്ളം ഒഴിക്കണം, വളമിടണം, അത്രയേ ഉള്ളൂ.
അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെങ്കിൽ കൃഷി എന്ന് പറയുന്നത് അതൊരു കലയാണ്. ആണോ? തീർച്ചയായിട്ടും ചെയ്യണം. അച്ഛൻ പൊറോട്ട നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൊറോട്ടുള്ള തലമുറ എത്ര തലമുറ പൊറോട്ട കണ്ടിട്ടുണ്ട്? നമ്മൾ ഒരു തലമുറയും കണ്ടിട്ടില്ല. ബാക്കിലോട്ടെ ഇല്ല. എൻ്റെ വല്യമ്മയെ കണ്ടിട്ടുണ്ട്, വല്യമ്മയുടെ അമ്മയെ കണ്ടിട്ടുണ്ട്, വല്യമ്മയുടെ അമ്മയെ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അന്നൊക്കെ ഇതുപോലൊക്കെ ആ വീടുകളിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? വീടൊക്കെ ചെറിയ വീടുകളും ഡ്രസ്സൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രസ്സൊക്കെ ഒന്നും ഇല്ലല്ലോ. അന്ന് പെണ്ണുങ്ങളാരും ചട്ടയിടുകയല്ലോ. എല്ലാം ചുമ്മാ ഒരു തോർത്ത് ഒരു തുണി ഇട്ടുകൊണ്ട് നടക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ആരും അന്ന് വീടുകളിൽ ഇങ്ങനെ വലിയ കസേരകളോ അലമാരിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? അന്ന് കസേരയല്ലോ ഉള്ളത്. ആൾക്കാർ വിശിഷ്ട അതിഥികൾ വന്നാൽ കൊരണ്ടി അന്ന് എല്ലാവരും പായലങ്ങിരിക്കുക. മമ്മ ഓർക്കുന്നുണ്ടോ അങ്ങനെ? പായലിരിക്കുകയാണ്. പിന്നെ വീടും മെഴുകിയതാണല്ലോ എല്ലാം. ഇന്നത്തെ പോലെ ഒരു തരം പൈസയൊക്കെ ആൾക്കാരാണെങ്കിൽ തിണ്ണയൊക്കെ സിമെന്റ് ഇടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. വരുന്നവർക്ക് ഒരു വലിയ വിശിഷ്ട അതിഥികളാ വരുന്നെങ്കിൽ ഒരു എന്നാ പറയുന്നതിന് പുൽപ്പായോ തഴപ്പല്ലോ വേറെ മെത്തപ്പ. ഓ ശരി, അറിയാം. ആ മെത്തപ്പ ഉണ്ട്. അതൊക്കെ ലക്ഷറിയാ അല്ലേ? ഓക്കെ. അതൊക്കെ കൊല്ലം സൈഡിലൊക്കെ ആ താഴ്പാ ഉള്ളു, ചെറിയ സ്ട്രിപ്പ് വെച്ചുള്ള. അന്ന് വീടുകളെല്ലാം ഓല മേഞ്ഞ വീടുകൾ തന്നെ എല്ലാം അല്ലേ? ഞങ്ങളുടെ വീട് ഓടിട്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അത് ഓടുള്ള തന്നെ. എൻ്റെ ഓർമ്മയുള്ളത് മുതൽ ഓടുണ്ട്. പക്ഷെ ചുറ്റുപാടുള്ളതൊക്കെ കൊണ്ട് കിട്ടിയിരിക്കുന്ന കന്നുകാലിക്കൂടും അത് ഇതൊക്കെ അന്ന് ഈ ഓല കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കല്യാണം മാതിരിയാണ്. ആൾക്കാരെല്ലാം അന്ന് ഇത് വരുന്നവരെ കെട്ടുകാരെ പിന്നെ ഓല വാട്ടണം. ഇതെല്ലാം ആൾക്കാർ ചെയ്യുന്ന വലിയ കല്യാണം മാതിരിയാണ്. വലിയ സദ്യയാണ്. കഴിയുമ്പോഴത്തേനും കെട്ട് തീരും മിക്കവാറും അല്ലേ? സന്ധ്യ ആകുമ്പോഴത്തേന് തീരും. വന്നേര പ്ലാവ് ഊണൊക്കെ കൊടുക്കുന്നല്ലേ? അത് ഉച്ചയ്ക്ക് ഒക്കെ കൊടുക്കും. ഈ അന്ന് നമുക്ക് ഇതുപോലെ കോഴിയോ ആടോ ഒന്നും മീറ്റൊന്നും കിട്ടത്തില്ല. ഇന്നിപ്പോൾ ചിക്കനൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കിടക്കുകയല്ലേ? വീടുകളിലുള്ളതിനെ വളരെ ചുരുക്കം വല്ല അത്യാവശ്യ സമയത്തൊക്കെ അല്ലേ ഉള്ളൂ. ഒരു മാസത്തില വിരുന്നുകാർ വരുമ്പോൾ ഒരു കോഴിയെ കൊല്ലും. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയാലും ഒരു കോഴിയെ കൊല്ലും. അവർ കൊല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മീനുണ്ടായിരുന്നു, മീൻ കുളം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മീനെ പിടിച്ച് വറുത്തും തരും. അന്ന് അതൊക്കെയാണ്. എൻ്റെ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വലിയ ലക്ഷറി ആയിട്ടാണ് അവര് സ്വീകരിക്കുന്നത്. വൈകിട്ട് കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാല് തരും. ഓ ശരി. ഈ അരി നമ്മുടെ പറമ്പിലെ നെല്ലാണോ ഉപയോഗിക്കുന്നത് അതോ നമ്മൾ മാർക്കറ്റിൽ നിന്ന്? ഞങ്ങള് വാങ്ങിച്ചോണ്ടിരുന്നത് ഞങ്ങൾക്ക് വാങ്ങിക്കണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. അല്ലാത്തവരൊക്കെ വാങ്ങുന്നത് റേഷൻ കട. ഞങ്ങള് നല്ല നെല്ലുത്തരി കൊടുത്തേക്ക് റേഷൻ അരി വാങ്ങിക്കുമായിരുന്നു. കാരണം അതിനൊരു മണമുണ്ട്, നല്ല സ്മെല്ലല്ലേ? റേഷൻ അരി കഴിച്ചിട്ടുണ്ടോ നാട്ടില്? പിന്നെ നാട്ടില് അധികം ഇല്ല, എന്നാലും പറഞ്ഞാൽ ഒരുതരം മണമുണ്ട്. അപ്പൊ ആ മണം ഇഷ്ടമായതുകൊണ്ട് നല്ല അരി കൊടുത്തു. അത് മേടിച്ചു. അത് ചിലപ്പം വരുന്ന അരി അഴുക്കായിരിക്കും, പക്ഷെ ചിലപ്പോൾ നല്ല അരിയും വരാം. അന്ന് മണ്ണെണ്ണ എല്ലാം റേഷൻ കട വഴിയല്ലേ നമ്മളെല്ലാം കടയിൽ പോകുന്നത്? റേഷൻ കടയിലാണല്ലോ പഞ്ചസാര, മണ്ണെണ്ണ. അന്ന് പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് എന്നതാ പുഴുക്കലരി. അതെ അതെ, കേട്ടിട്ടുണ്ട്. അതല്ല, പുഴുങ്ങാത്ത അരിയാ? അല്ല, പുഴു കല്ല് അരി. ഇതാ ഈ പുഴുക്കലരി പറയുന്നത്. ഓ ഓക്കെ, പുഴു കല്ല് അരി. നല്ലൊരു ഇത്ര നാൾ മനസ്സിലായേ ഇല്ല അത്. അതെ ഓക്കെ. അത് കല്ലുള്ള ഒരു അരി. ഒരു കാലഘട്ടത്തിൽ കല്ലുള്ള അരി തന്നെയായിരുന്നു മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നത്. വലിയ പ്രയാസമായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയാണ് അന്നത്തെ കാലം. ഈ അന്ന് എല്ലാ വീട്ടിലും ബൈബിൾ ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലോ? അതോ വീടുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നോ? ബൈബിൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ വീടുകളും ആയി അല്ലേ? ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈബിളെ കാണത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഇന്നാള് ഒരച്ഛൻ പ്രസംഗിച്ച പോലെ
ഈ ബൈബിളിനെല്ലാം ഉണ്ടല്ലോ മുഴുവനും, അതായത് പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂടിയ ബൈബിളിനെ നോക്കിക്കഴിഞ്ഞാൽ ഗർഭിണി മാതിരിയായിരിക്കും. അതെന്ത് പറ്റി? അതറിയാം, എല്ലാരും വായിക്കുന്നത് സങ്കീർത്തനം. അപ്പൊ നടുഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഓക്കെ, നടുഭാഗം അല്ല, നോക്ക സാധാരണ വായിക്കുന്ന വീഡിയോ വാങ്ങിക്കില്ല. ഈ പഴയ വേദവസ്തു എടുത്ത് നോക്കിയാൽ അതിന്റെ നടുഭാഗം മുകളിലോട്ട് പൊങ്ങിയായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ അതിനാണ് അച്ഛൻ പറഞ്ഞ ബൈബിളെല്ലാം ഗർഭിണി മാതിരി എന്ന് പറഞ്ഞാൽ അതേ വായിക്കത്തുള്ളൂ എനിക്ക്. അതെ, അന്ന് ഈ തിരുമേനിയും ബിഷപ്പുമാരും ഒക്കെ അന്ന് ഈ ഇത്രയും സ്ട്രോങ് ആയിരുന്നോ, അതോ പള്ളികളിലൊക്കെ വരുമായിരുന്നു? അവര് സ്ട്രോങ് ആയിരുന്നു. അച്ഛന്മാര് നമ്മുടെ നാട്ടില് പഴയ കാലത്ത് ഈ കോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നല്ലോ. കോർട്ട് ഈ ജഡ്ജി കോർട്ട് അതൊന്നുമില്ല. ഒരു വീട്ടില് അയൽവക്കംകാർ തമ്മിൽ വഴക്കുണ്ടാകുക, ചേട്ടാനിയന്മാർ തമ്മിൽ വഴക്കുണ്ടാകുക, ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇടവകയിലെ അച്ഛനാണ് അത് പോയി തീർക്കുന്നത്. ഓ ശരി, അച്ഛൻ തീർത്താൽ അത് തീർപ്പ് അതാ ഫൈനൽ റൂളാ. ഓ ശരി, അത്രയും റോളുണ്ടായിരുന്നു അന്ന്. ഈ ബിഷപ്പ് നിങ്ങളുടെ തിരുമേനിമാരും ഒക്കെ കോട്ടയത്ത് ദേവലോകത്തൊക്കെ പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ വരുന്ന പള്ളികളിൽ വലിയൊരുക്കാണ്. അവരൊക്കെ തിരുമേനി മാതിരിയാണ്. അല്ലാതെ ഇപ്പോഴത്തെ തിരുമേനിമാര് ഇപ്പോഴത്തെ എല്ലാം കള്ളന്മാരാണ്, വെള്ളമടിക്കുന്നവന്മാരും. ഞാൻ ധൈര്യമായിട്ട് പറയാമല്ലോ, ഞങ്ങൾ ഈ അമേരിക്ക വന്ന 73 ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ജോലിയൊക്കെ ആകുന്നതിന് മുമ്പ് ഞങ്ങളൊരു വീട്ടില് പെരകൂതാശയ്ക്ക് പോയി. ഞങ്ങളവിടെ ചെന്നപ്പം തിരുമേനിയാണ് പെരകൂതാശ ചെയ്യുന്നത്. തിരുമേനി ഇരുന്നുകൊണ്ട് നല്ലപോലെ വിസ്കി കഴിക്കുക, കോഴി വറുത്തത്. ഇതും കഴിച്ചാൽ ഈ ഇതും കൊണ്ട് 2 നില കയറണം. ഞാൻ പുറകെ നിൽക്കായിരുന്നു, ഇങ്ങനെ താഴോട്ട് വന്നെങ്കിൽ പിടിക്കാൻ. കാരണം അതുപോലെ നല്ലപോലെ വെള്ളം അടിച്ചിട്ട് പോകുന്നു. ഇവരൊക്കെ വെറും കള്ളന്മാരാണ്. അല്ല, ഇപ്പൊ അത് കുറച്ച് വ്യവസായവൽക്കരിച്ചു കുറച്ച്. അതെ, എല്ലാത്തിനും പൈസ വരും. എല്ലാവരും പറയും സുന്നതദോഷം കൂടുന്നു. സുന്നതദോഷം എന്ന് പറഞ്ഞാൽ തിരുമേനിമാതിരി മാത്രമേ ഉള്ളൂ. ഇവര് കൂടുന്ന സമയത്ത്, ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കോഴിയിറച്ചിയും താറാവിറച്ചിയും കാളയിറച്ചിയും എല്ലാം ഉണ്ട്. അവിടെ ഒന്നും വേറെ ആരെയും കയറ്റുകയില്ല. അതൊന്നുമില്ല. ഇപ്പോൾ ഒരു ശവം കുഴിച്ചിട്ടിൽ നിന്ന് ഒരു തിരുമേനി എനിക്ക് മുന്തിരിങ്ങ വേണം, എനിക്ക് അണ്ടിപ്പരിപ്പ് വേണം, എനിക്ക് മറ്റേ കിഴങ്ങ് വേണമെന്ന് പറയും. ഇവരൊക്കെ നല്ലപോലെ വെള്ളം അടിച്ചാൽ ചെയ് വരുന്നത്. എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ അണ്ടിപ്പരിപ്പ് വേണം, ഇവിടെ വരുമ്പോൾ തേങ്ങാക്കൊല വേണമെന്ന് പറയും. ഞാനൊരു കാര്യം പറയാമല്ലോ, ഞാൻ പള്ളിയിൽ പോകാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, പള്ളി നടക്കുന്ന പള്ളിയുടെ രീതി അനുസരിച്ചല്ല നടക്കുന്നത്. പണ്ട് മധുവായിൽ ഒരാൾ കയറുക എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തോടെ ആണ് കയറുന്നത്. അച്ഛന്മാർ വിശ്വാസത്തോടെയാണ് കുർബാന എഴുതുന്നത്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു പള്ളിയിൽ പഴയ കാലത്ത് ഒരിക്കൽ നടന്നതാണ്. അച്ഛൻ വെളുപ്പിനെ, അതായത് പെസഹ വ്യാഴാഴ്ച, അന്ന് പെസഹൊക്കെ വെളുപ്പിനെയാണ് നടക്കുന്നത്. അപ്പം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പറയുന്ന പിന്നെ ആരാണ്ടൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ തിരിച്ചു നോക്കും. പിന്നെ ഇവർ ഈ വർത്തമാനം പറയുന്ന അച്ഛനെ ഡിസ്റ്റർബ് ചെയ്തതാണ്. അവസാനം അച്ഛൻ പിന്നെ മധുവായി നിന്നുകൊണ്ട് ചീത്ത പറയേണ്ടി വന്നു. കഴിവുള്ളവന്മാരെ പിന്താണിക്കാൻ മൈക്കിൽ കൂടെ എല്ലാം കേട്ടില്ലേ? പിന്നെ അല്ലാതെ പണ്ട് മൈക്കില്ലായിരുന്നല്ലോ, മൈക്കില്ലാത്ത കാലത്ത് ഇതൊക്കെ ഇപ്പോഴല്ലേ മൈക്കുള്ളത്. അച്ഛൻ ജോലി സ്ഥലത്ത് ബാങ്കിൽ ജോലി ചെയ്തതെന്ന് പറഞ്ഞു. ജോലി സ്ഥലത്ത് ഹ്യൂമറസ് ആയിരുന്നോ? ഇതുപോലെ ജോലിയിലിടയ്ക്ക് ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ആൾക്കാർക്കൊക്കെ എന്നെ വലിയ കാര്യം ഹ്യൂമറസ് ആയിരുന്നു. ഞാൻ ജോലി ചെയ്തെടുത്ത് എല്ലായിടത്തും എന്നെ എല്ലാവർക്കും വലിയ, നാട്ടിലും അതെ, ആർമിയിലും അതെ, എല്ലായിടത്തും അതെ. ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെടുമായിരുന്നു. തർക്കങ്ങളില് എങ്ങനെ തർക്കം മീൻസ് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ സോൾവ് ചെയ്യാനൊക്കെ അച്ഛൻ മീഡിയേറ്റർ ആയിട്ട് വന്നാൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഐഡിയ ഇല്ല, എന്നാലും മീഡിയേറ്റർ ആയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നാമത് മലയാളികളധികം കൂട്ടുകാരില്ല. എനിക്ക് ഉണ്ടായിരുന്ന മുഴുവൻ സർദാർമാരുണ്ടായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ പറയുന്ന പോലെ ചെയ്യുന്ന കൂട്ടരായിരുന്നു. പിന്നെ
ഈ ഡൽഹിയിലെ ജീവിതം അച്ചായനെ എന്താ കേരളത്തിലെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത് എന്താണ്? അച്ചായന് വന്ന ഒരു ചേഞ്ച് എന്താണ്? ഡൽഹിയിലെ ജീവിതം കൊണ്ട് അച്ചായൻ നേടിയത് എന്താണ് ലൈഫിൽ? ജീവിതം കൊണ്ട് എനിക്ക് ഒരു ചേഞ്ച് വന്നില്ല. അച്ചായൻ കൂടുതൽ അധ്വാനിയായിരുന്നോ? ജീവിതത്തെ ചേഞ്ച് വന്നത് ഞാൻ മിലിറ്ററി പോയപ്പോഴാണ്. മിലിറ്ററി പോയി ഡൗൺ ആകുമായിരുന്നു, അപ്പാകുമായിരുന്നു. ഞാൻ ഒരിക്കലും ഒരിടത്തും ഡൗൺ ആയിട്ടില്ല. വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട്. ഞാൻ മിലിറ്ററിയിൽ പോകുന്ന സമയത്ത് കള്ളു കുടിക്കൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നാൽ കള്ള് ഇഷ്യൂള്ളിടത്ത് പോകും. അവിടെ പോയി ഇത് കാണും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കള്ളുകുടി കഴിഞ്ഞിട്ട് ഇവർക്ക് ചില കളിയൊക്കെ ഉണ്ട് ഈ കള്ളുകുടിയും കഴിഞ്ഞ്. അതെ അതെ. അപ്പോൾ അതൊക്കെ കാണാൻ പോകും. അതൊക്കെ കാണാൻ പോകുമ്പോൾ രസമാണ് ഇവരുടെ കളികളൊക്കെ കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കാണാൻ പോയി. അവിടുത്തെ കള്ള് ഇഷ്യൂ എൻ്റെ തലയിൽ വന്നത്. അത് ശരി. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആ പ്രശ്നങ്ങളെല്ലാം അളന്നു കൊടുക്കാനായിട്ട് എന്നെ ആക്കി. മനസ്സിലായി. അത് ആക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു സുബേദാരായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇത് കൊടുത്ത് ഈ അവസാനം കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ പകുതി പൈസ കാണുകയില്ല. അത് ശരി. അത് ഇവരുടെ പുള്ളി വെള്ളം അടിച്ച് പൂസായിരിക്കും. അപ്പൊ കൂടുതൽ കുറവ് കൊടുക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ടോ. പക്ഷേ കണക്ക് വെട്ടി വരുന്നില്ല. അങ്ങനെ കണക്ക് തെറ്റിപ്പോകും. അങ്ങനെ അപ്പൊ ഞാനിത് പോയി നിന്ന് ഇങ്ങനെ കാണുമ്പോൾ പുള്ളി കൊടുക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും ഞാൻ പുള്ളിയോട് പറഞ്ഞു കൂടുതൽ കൊടുത്തല്ലേ കുറവാ കൊടുത്തത്, അങ്ങനെയല്ലേ കൊടുക്കണ്ടേ ഇങ്ങനെയാ കൊടുക്കണ്ടേ എന്ന് പുള്ളിയോട് കയറി പറയും. അങ്ങനെ പറഞ്ഞു ഒരു ദിവസം പുള്ളി പറഞ്ഞു നീ ഇനി ഇവിടെ ഇരുന്നോളാൻ പറയും. ശരി. അതിന് എക്സ്ട്രാ പൈസ വല്ലതും കിട്ടുന്നതാണോ? അല്ല ഒന്നുമല്ല. നമ്മുടെ ടീമിന്റെ കൂടെ നമ്മുടെ ക്യാമ്പിലാണ് അത്. അവിടെ നമ്മൾ ഇഷ്യൂ, അതായത് ഒരു ദിവസം കള്ള ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരുന്നവർക്കെല്ലാം കള്ള് കൊടുക്കും. കറക്റ്റ്. അത് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണും. അപ്പൊ നമ്മൾ കാശ് കൊടുത്താൽ മേടിക്കുന്നത്. പക്ഷെങ്കിൽ അന്ന് ഇഷ്യൂ ഉള്ള ദിവസം. അപ്പോഴ് അങ്ങനെ പറഞ്ഞ് പുള്ളി എന്നെ പിടിച്ചാക്കി. അന്ന് മുതൽ ഞാനിരിക്കും. ഈ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗുണമുണ്ട്. അവസാനം പിന്നെ ഫ്രീ ആയിട്ട് കുടിച്ചു പോകാം. എന്തെങ്കിലും ഉണ്ടാക്കണേ. അത് കഴിഞ്ഞ് ഈ ഇഷ്യൂ എന്നതിന് ചക്കത്തി കുടിക്കാൻ. മനസ്സിലായി. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ വരുന്നവനെ വെട്ടിക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അളവ് അറിയാമല്ലോ, പെഗിനകത്ത് അളവ്. ആ പെഗിനകത്ത് ഇങ്ങനെ അളക്കുമ്പോൾ ഈ വിരലിന്റെ ഒരറ്റ അതിന്റെ ഒരു സൈഡിൽ ഇരുന്നാൽ അത് ഒരു 4 തുള്ളി താഴെ പോകും. അവസാനം വരുമ്പോൾ അതൊരു 3-4 പേർക്ക് കുടിക്കാനുള്ളതാണ്. മനസ്സിലായി. താഴെ കിട്ടും അല്ലേ? ഓക്കെ. ഇത് ഈ സമയങ്ങളിൽ കൂടുതലും ജബൽപൂരായിരുന്നു മിലിറ്ററിയുടെ. ഞാൻ ജബൽപൂരിലായിരുന്നു. സെക്കൻഡറായിരുന്നു കൂടുതൽ. അതായത് ട്രെയിനിങ് എവിടെയായിരുന്നു ആദ്യത്തെ ട്രെയിനിങ്. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് എവിടെയാണ് സെക്കൻഡറായിരുന്നു. അവിടുന്നാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പൊ തെലുങ്ക് അറിയാവോ? സ്വല്പം തെലുങ്ക് ശകലമൊക്കെ അറിയായിരുന്നു. തെലുങ്ക് ഞാൻ പഠിച്ചു വന്നതാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾക്ക് അത്രയും വലിയ പരിചയം ഈ മിലിറ്ററിയിലൊക്കെ ഉള്ളവരുടെ പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളരുതാഴികൾ പഠിപ്പിക്കും. അതായത് എന്നേലും പറഞ്ഞിട്ട് നമുക്ക് ഭാഷ അറിയാമല്ലോ, അത് പറഞ്ഞിട്ട് അതിന് വേറെ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു തരും. നമ്മൾ വേറെ വല്ലതും ആരോടെങ്കിലും പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടി കിട്ടുന്നതായിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ വന്ന് ഞാനത് നിർത്തി. കാരണം ഒരിക്കലും ഞാൻ ഒരു വല്യമ്മയോട് തെലുങ്ക് പറഞ്ഞു ശകല അറിയാമായിരുന്നു. അത് വല്യമ്മയോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ വല്യമ്മ എങ്ങാണ്ടോട്ട് പോകുന്ന ഒരു വഴിയാണ് ചോദിച്ചത്. അത് എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുക്കാനും എനിക്കറിയാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്യമ്മ പിന്നെ എന്നോട് അതും ഇതും ചോദിക്കാൻ തുടങ്ങി. എന്നാ നമുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്ക് അറിയാൻ മേലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്ത് എൻ്റെ നേരെ ചൂടായി. നിനക്ക് തെലുങ്ക് അറിയാൻ നിനക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് അതായത് നമ്മളെ ഒത്തിരി ഹറാസ് ചെയ്തിട്ട്. യൂണിഫോമിലായിരുന്നോ? യൂണിഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. അതറിയാം. യൂണിഫോമിൽ ഒന്നും ആരും പറയില്ല. പക്ഷെ ഓഫീസിലൊക്കെ പോകുന്ന യൂണിഫോമിലല്ലേ? എവിടെ? മിലിറ്ററിയിലുള്ളപ്പം വേണ്ട. നിങ്ങൾ സിവിലിയൻസ്? ഡ്യൂട്ടി ടൈമിൽ മാത്രം യൂണിഫോമാണ്. അല്ലാത്ത സിറ്റിയിലൊക്കെ പോകുമ്പോൾ യൂണിഫോം ഇല്ല അതില്ല. പോകണമെങ്കിൽ പോകുമോ, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. അവരുടെ വണ്ടിയെ കൊണ്ടുപോകുമല്ലോ അല്ലേ? മിലിറ്ററിയുടെ വണ്ടിയല്ലേ? നമ്മൾ തന്നെ പോകും. നമ്മൾ തന്നെ ബസ് കയറി പോകണം.
അവരെന്തിനാ നമ്മളെ കൊണ്ടുപോകുന്നത്? അല്ല ചിലയിടത്തൊക്കെ EMIയുടെ വണ്ടികൾ പോകുന്നതാണ്. അത് പോകുന്ന അവര് ഡ്യൂട്ടിക്ക് പോകുന്ന. ഓ അതെല്ലാം ഡ്യൂട്ടി നമുക്ക് അവിടെയാണെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. അല്ല നമ്മൾ ചുമ്മാ സിറ്റി പോകുന്നതിനൊന്നും വരികയില്ല. വരത്തില്ല. ഓക്കെ ഓക്കെ. അച്ഛന് ഈ ഹിന്ദിയുടെ പദ്യങ്ങൾ വല്ല ഓർമ്മയുണ്ടോ? ഹിന്ദിയുടെ പദ്യങ്ങളൊന്നും ഓർമ്മ മനസ്സിലില്ല. അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ? പട്ടാളത്തിൽ പദ്യമൊന്നും ഇല്ല. ഇല്ലല്ലോ. ഓക്കെ. ഹിന്ദി പാട്ടിൻ്റെ ഏതെങ്കിലും പാടാറുണ്ടോ? നമ്മള് ഹൈസ്കൂൾ വരെ ഹിന്ദി പഠിച്ചില്ല. മിലിറ്ററിയിലുള്ള ഇത് വെച്ച് ഹിന്ദി പാട്ടൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. അതൊക്കെ ആരും പഠിക്കുന്നത്. അതെ. അത് എന്നാ ഉണ്ടായിരുന്നത്? 3rd 4th 5th അല്ലേ? ഏതൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്ന ഹിന്ദി? 3rd 4th 5th. മമ്മിക്ക് ഹിന്ദി പാട്ട് വല്ലതും അറിയാമോ? ഹിന്ദിയിലെ പാട്ടേ പാടുള്ളൂ. പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ പാടിയ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി പാടും. അതല്ലേ. ഓക്കെ ഓക്കെ. ആർക്കും മനസ്സിലായില്ല. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു അച്ഛാ. നമുക്ക് ഹിന്ദി പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വർത്തമാനം പറയട്ടെ, ഇന്ത്യയിൽ മലയാളികളൊക്കെ പോയി നല്ലപോലെ ഹിന്ദി പറയുന്നു, ഹിന്ദിക്കാർ പറയുന്ന പോലെ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആദ്യ കാലങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ. ഞങ്ങളൊക്കെ എന്തോ വഴക്കുണ്ടാക്കിയിട്ടൊന്നും അറിയാം. ഞങ്ങളവിടെ ഒരു ദിവസം ഒരു സുബേദാർ വന്ന് ചോദിച്ചു, അട്ടക്ക മതലബ് ക്യാ ഹേ, അട്ടക്ക മതലബ് ക്യാ ഹേ. ഞങ്ങൾക്ക് വല്ലതും അറിയാം. ഇയാൾ പറയുന്നത് ഇംഗ്ലീഷാണ് പറയുന്ന പുള്ളി. ഇംഗ്ലീഷല്ല, ഹിന്ദി. ഇട്ടക്ക മതലബ് ക്യാ ഹേ ഒന്നും അറിയാൻ. എന്താ പിന്നെ പറയാം, അംഗ്രേസിക്ക വെച്ച് തുമ്പ ഹിന്ദി ഹിന്ദി അറിയോ? മുझे मालूम. അപ്പം പറയാ അംഗ്രേസിക്ക വെച്ച് തുമ്പ ഹിന്ദി നെയ്യാത്ത എന്നും പറഞ്ഞ ഈ അട്ടക്ക മതലബ് ക്യായെന്ന് വെച്ചാൽ അറ്റാക്ക് എന്ന അറ്റാക്കിന്റെ മതലബ് ക്യായെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക്. മിലിറ്ററി അറ്റാക്ക്. അതിന് അട്ടക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞങ്ങൾ ഹിന്ദിയിൽ വേറൊരു രീതി പറയും. ഈ മെക്കാനിക്കൽ സൈഡിൽ അട്ടക്ക ഫാട്ട മാലും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ത്രെഡ് ഉണ്ടല്ലോ, നട്ടിൻ്റെ ബോൾട്ടിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അതിന് ആട്ട എന്ന് പറയുന്നത്. യൂനോ നട്ട് ടൈറ്റ് ചെയ്യുന്ന അതിൻ്റെ ത്രെഡ് കറക്റ്റ് ആകുമ്പോഴാണ് അതിനാണ് ആട്ട എന്ന് പറയുന്നത്. യൂനോ അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ ലൈനിൽ പറയുന്നത് ആട്ടക്ക ഫാട്ട. പിന്നെ ഹിന്ദി പഠിച്ചു. പിന്നെ ഒരു കാര്യമുള്ള എന്നാന്ന് വെച്ചാൽ ഹിന്ദി അറിയാമല്ലോ അറിയാൻ മേലും ഹിന്ദിയിലേ പറയത്തുള്ളൂ. അതാണ്. അങ്ങനെ അതെ അതെ. കംഫർട്ടബിൾ ആവാതെ അങ്ങനെയൊന്ന് പഠിച്ചു. ഇപ്പം ഹിന്ദിയെ വലുതായിട്ടൊന്നും അറിയത്തില്ല. അന്ന് ഹിന്ദി നല്ലപോലെ അറിയാം. ഇപ്പം അത്രയും അറിയാം, പറഞ്ഞാൻ അറിയാം, നമുക്ക് പറയാനും അറിയാം. പക്ഷേ ഹിന്ദി പറഞ്ഞു വരുമ്പോൾ ഇംഗ്ലീഷായി പോകും. അതെ അതെ. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഈ കേരളത്തിൽ അന്ന് ചെറുപ്പകാലത്ത് ഞാൻ, അതായത് ഇന്നത്തെ തന്നെ ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, ഒരു 10 വയസ്സുണ്ടെങ്കിൽ ആ സമയത്ത് കേരളത്തിൽ രാഷ്ട്രീയം അല്ല, അന്ന് ബ്രിട്ടീഷ് റൂളാണോ? അല്ല, അന്ന് സ്വാതന്ത്ര്യം കിട്ടിയോ? ഇല്ല, കിട്ടി. 47 കിട്ടി. അച്ഛൻ 50 എന്നാ ജനിക്കുന്നത്? 43-ലോ 41-ല്. അപ്പം ഇന്ത്യ ബ്രിട്ടീഷുകാരാ. ഓ, അതിൻ്റെയൊക്കെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒക്കെ നാട്ടിലെ പ്രയാസങ്ങൾ? നാട്ടിലെ പ്രയാസങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മ വീട്ടിൽ ഇപ്പം കൃഷിയുണ്ട്, തിന്നാനും കുടിക്കാനും. അതെ അതെ. അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടധികം ഇല്ല. പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടായത്, എൻ്റെ വീട്ടിലൊരു സത്യാഗ്രഹം ഉണ്ടായി. എൻ്റെ ഫാദറിൻ്റെ ഇതിൽ, അതായത് ഞങ്ങളുടെ വീട്ടിൽ 72 ദിവസം സത്യാഗ്രഹം ഇരുന്നു. 72. ആരോടാ സത്യാഗ്രഹം ചെയ്യുന്ന വീട്ടില്? വീട്ടിലോ? റബ്ബർ വെട്ടുകാരെ. ഓ, കുടിയെടുപ്പുകാർ പോലുള്ളവരെ. റബ്ബർ വെട്ടുകാരെ. അന്ന് റബ്ബറുണ്ട്. ഓക്കെ. അന്ന് റബ്ബറുണ്ട്. അതിന് പിന്നെ കൂലി കൊടുക്കുകയില്ല, വേല കൊടുക്കുകയില്ല എന്നും പറഞ്ഞൊക്കെ ഒരു സത്യാഗ്രഹം ഉണ്ടായി. റബ്ബർത്തോട്ടമെന്ന് പറഞ്ഞൊന്നുമില്ല. ആ പഴയ ഒരു 100-200-250 മരമേ എന്നിട്ടും അത് വെട്ടുന്നതിന് അന്നാണ് EMS പിന്നെ ഭരണത്തിൽ വരുന്നത്. EMSനെ അറിയാമോ? പിന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ മന്ത്രിസഭയല്ലേ? ആദ്യത്തെ മന്ത്രിസഭ. അതെ അതെ. അന്ന് വന്നപ്പോൾ പുള്ളി അവര് സത്യാഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു. വീട്ടിൽ ആദ്യം തുടങ്ങിയത്. ഓ, ശരി. അത് തുടങ്ങി 72 ദിവസം സത്യാഗ്രഹം ഇരുന്നു. അത് പോയി, ഒന്നും കിട്ടിയില്ല, ഒന്നുമില്ല. അന്ന് അവരോട് പിണക്കാരും തല്ലി ഓടിച്ചോ? ഇല്ല, അവരെ തല്ലി ഓടിക്കുകയും ചെയ്തു. അങ്ങനെ തല്ലാതെ തന്നെ അവർ ഓടിപ്പോയി. അത് ശരി. അന്ന് റബ്ബർ വെട്ട് ഇല്ലായിരുന്നു ആ 72 ദിവസവും. 72 ദിവസവും വർഷങ്ങളോളൊന്നും വെട്ടിയില്ല. കാരണം
അന്ന് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും EMS അല്ല EM ജോർജ് എന്നൊക്കെ പറഞ്ഞ ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവരൊക്കെ ആയിരുന്നത്. അന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുക ഇല്ല പക്ഷെങ്കിൽ 55-ലാണ് വന്ന സത്യാഗ്രഹം ചെയ്യുന്നു. അങ്ങനെ ചെയ്തു. സംഗതി തന്നെ അവരെ കൊണ്ട് റബ്ബർ വെട്ടിക്കണം, അവർക്ക് ബോണസ് കൊടുക്കണം, മറ്റേ കൊടുക്കണം, അവർക്ക് വലിയ എസ്റ്റേറ്റിലുള്ള ഇതല്ല. ആ പടയിൽ പറഞ്ഞ 150-250 വരാൻ പോയിട്ടല്ലേ. അതെ, മനസ്സിലായി. ചായൻ കൊടുക്കത്തില്ല, ചായൻ പറഞ്ഞു കൊടുക്കില്ല. അതിന് വഴക്കുണ്ടായി, കേസുണ്ടായി, ഒത്തിരി കേസുകൾ ഉണ്ടായിരുന്നു. ശരി, ബുദ്ധിമുട്ടിച്ചു. ചായന്റെ സൈഡ് ആരും ഇല്ലായിരുന്നു. ചായന്റെ ബന്ധുക്കൾ വരെ, വീട്ടുകാർ വരെ എതിർപ്പായിരുന്നു. പക്ഷേ ചായൻ അതിലൊക്കെ സർവൈവ് ചെയ്തു. അന്ന് തന്നെ വെട്ടാൻ നോക്കിയോ? ഇല്ല, തന്നെ വെട്ടി. അവര് വെട്ടിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ വെട്ടി, റബ്ബർ മുഴുവൻ പോയി. വെട്ടുമെന്ന് പറഞ്ഞു, വെട്ടി. അതേ ഉള്ളൂ. അന്ന് റബ്ബറിന് വില ഉണ്ടോ സത്യത്തിൽ? അന്ന് വലിയ വിലയൊന്നും. അന്നൊക്കെ ഒരു റാത്തലാണ് കിലോ ഒരു റാത്തലിന് 1 രൂപ 1.5 രൂപ കിട്ടുമായിരുന്നു. അതാകുമ്പോ വലിയ വിലയാണ്. അതെ. മറ്റ് കൃഷി എന്ന് പറഞ്ഞാൽ അന്ന് കപ്പയും എല്ലാ കൃഷിയും, ചേമ്പും, ചേന, കാച്ചില്, കുരുമുളക് ഉണ്ടായിരുന്നോ? ഇല്ല, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, വാഴയുണ്ട്. മീനുടെ ഇതൊക്കെ ഒത്തിരി കൃഷിയുള്ളതായിട്ട് അറിയാം. എല്ലാം കൃഷി. ഏത്തവാഴ ഉണ്ടായിരുന്നല്ലേ? ഏത്തവാഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്നാ പറയുന്നത്, ഈ സത്യാഗ്രഹ കാലത്ത് ഏത്തവാഴ മുഴുവൻ അവര് വെട്ടിക്കളഞ്ഞു. അയ്യോ, കൊലയ്ക്കുന്നതിന് മുമ്പ് കൊലയുണ്ടാകുമ്പോ കുടം വന്നു കഴിയുമ്പോൾ ചൂടെ വെട്ടിക്കളഞ്ഞു. ഇപ്പോഴും അത്ര അതിക്രം അതൊന്നും വിട്ടുകൊടുത്തില്ല. മനസ്സിലായി. ചായൻ ഉടനെ കേസ് കൊടുത്ത് വെച്ച് പിന്നെ അവിടെ മുഴുവൻ എതിരാളിയില്ലേ, ജീവരക്ഷാർത്ഥം തോക്ക് വേണമെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു തോക്ക് കിട്ടി. അതെയോ? ആ തോക്ക് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരുത്തൻ പറമ്പിലടുത്ത്. ഈ സമയത്തൊക്കെ മദറിന്റെ റോൾ എങ്ങനെയായിരുന്നു? മദറിന് കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെടുമായിരുന്നോ? വീട്ടിൽ പണിയുന്നവർക്ക് കഞ്ഞിയും കറിയും വെക്കണം. അതിലുള്ള കോൺസെൻട്രേഷൻ. പുറത്തോട്ട് അങ്ങനെ പശുവിനും ആടിനും വേണ്ടിയൊക്കെ കഷ്ടപ്പെടുക അങ്ങനൊന്നുമില്ല. ഇല്ല. വീട്ടിലെപ്പോഴും എങ്ങനെയാണേലും 5-8 പണിക്കാർ കാണും. അവർക്ക് അന്ന് നമ്മൾ ചെലവിന് കൊടുക്കും. അവർക്കുള്ള കപ്പ പുഴുക്കും കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം, കാപ്പി കാണും. പിന്നെ വീട്ടിൽ പണിയാനാണ് ഉണ്ടായിരുന്നു. അമ്മയുടെ കൂട്ടത്തിൽ പണിയാനാണ് ഉണ്ടായിരുന്നു. അല്ല, അമ്മ തന്നെയല്ലേ പോണത്. ആ കാലഘട്ടത്തിലുള്ള കല്യാണത്തെ പറ്റി അച്ഛൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടന്നാലേ, അതായത് ഇപ്പം കെട്ടിച്ചു വിട്ട ഒരു പെങ്ങളുടെ കുടുംബത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ ബ്രദേഴ്സോ വല്യപ്പച്ചൻ്റെ വീട്ടിലെ ഒരു കല്യാണം നടന്നാൽ നിങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും പോകുമായിരുന്നോ? രാവിലെ പോവുകയാണോ? തലേദിവസം പോകുമോ? ഓർമ്മയുണ്ടോ? അവിടെ ഒരാഴ്ച മുതൽ ആൾക്കാർ പോകും. അവിടെ വീടിന്റെ മുറ്റത്ത് പന്തലിട്ടാണ് നടക്കേണ്ടത്. പിന്നെ ഈ വീട്ടിലെ പേർക്കുള്ള ഈ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ പന്തലിന്റെ കീഴെയാണ്. കറിക്കരിയാനായിട്ടും ഇതൊക്കെ ചെയ്യാനായിട്ടും ജോലി ചെയ്യാനും ആൾക്കാർ അയലോക്കത്തിൽ നിന്ന് വന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ശമ്പളക്കാരൊന്നും അല്ല, കൂട്ടത്തിൽപ്പെട്ടവരും. അപ്പം ഒരാഴ്ച മുതലേ ഇതിന്റെ പരിപാടികളാണ്. വന്നും പോയി നിൽക്കും. അത് ശരി. അങ്ങനെയാണ് അന്ന് കാലത്ത് നടന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ നിലത്തിരുന്ന. ശരി. ഇന്നത്തെ പോലെ ഡെസ്ക് ബെഞ്ചൊന്നും ഇല്ല. അതായത് പ്രധാനികൾ ആരെങ്കിലും ഒരു 4-5 പേരെ, കല്യാണത്തിന്റെ വലിപ്പം അനുസരിച്ച് 5 പേരെ 7 പേരെ, ഒരു ഓൾട്ടർനേറ്റ് നമ്പറാണ്. 11 പേരെ ഇങ്ങനെ അവർ വരും. അവരെ മൂപ്പന്മാരെന്നാണ് പറയുന്നത്. അതായത് അവരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ഇക്കാലത്തെ പോലെ തള്ളി കയറുവോ കഴിഞ്ഞാൽ ചെറുക്കന്റെ വീട്ടിലാണ് കല്യാണം കെട്ടിക്കയറുന്നെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർക്കാണ് ആദ്യം ചോറ് കൊടുക്കുന്നത്, ബന്ധുക്കാർക്ക്. അതായത് അവര് വന്നു കഴിഞ്ഞാൽ മൂപ്പന്മാർ വരും. മൂപ്പന്മാർ 5 പേരാണെങ്കിൽ 5 പേർക്ക് വെള്ളയും കരിമ്പടം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇല്ല. വെള്ളയും കരിമ്പടം എന്ന് പറഞ്ഞാൽ പായ ഇട്ടിട്ട് ആ പായയിൽ ഒരു കരിമ്പട ഇട്ടിട്ട് അതിന്റെ പുറത്ത് വെള്ളം ഇടും. വെള്ളത്തുണി, കരിമ്പടത്തിന്റെ പുറത്ത് വെള്ളത്തുണി ഇട്ട് അതേലാണ് ഇരുത്തുന്നത്. അതാണ് മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ. അവരുടെ വരുന്നതിൽ പ്രധാനികൾ ആരാണെന്നാൽ അവരാണ് ഇരിക്കുന്നത്. മനസ്സിലായി. അവരിരുന്ന് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വന്ന്
പെണ്ണിന്റെ കൂട്ടത്തിൽ അപ്പം വരുമ്പം പറയും ഇത്ര ആൾക്കാർ വരും 50, 100, 150 ഒക്കെ. അതൊക്കെ ഉണ്ട്. അവരെല്ലാം വന്ന് ഇരിക്കും. അവർ കയറി ഇരിക്കാൻ പറയും, അവരെല്ലാം വന്ന് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഇപ്പം പെണ്ണിൻ്റെ കൂട്ടത്തിൽ നിന്ന് വരുന്നെങ്കിൽ ചെറുക്കൻ്റെ കൂട്ടത്തിലെ ഒരു മൂപ്പൻ ഒരു മുണ്ട് കൊടുത്ത് ഉടുപ്പ് വിട്ട് പുള്ളി അരക്കൊരു കുറിയോണ്ടും കെട്ടി ഒരു കിണ്ണത്തിനകത്തൊരു കിണ്ടി വെച്ച് അതിനകത്ത് വെള്ളവുമായിട്ട് വരും. അപ്പം ആദ്യം വന്നു കഴിഞ്ഞാൽ ഇതും പിടിച്ചോണ്ടെന്ന് ചോദിച്ചു, സഭയിൽ എല്ലാവരും വന്ന് നിരന്നോ? 3 പ്രാവശ്യം ചോദിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം വന്നിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. സഭയെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഓഡിറ്റോറിയം, ഈ പന്തല, വിരുന്നുകാര് വന്നിരുന്നോ? എല്ലാവരും വന്നിരുന്നോ? അപ്പം ഈ പ്രധാനികളിൽ ആരെങ്കിലും ആയിരിക്കും അതിന് മറുപടി പറയുന്നത്. മനസ്സിലായി. അല്ല, വേറെ ആരുമല്ല പറയുന്നത്. അവിടെ നിൽക്കുന്നയാള് ചെറുക്കൻ്റെ പ്രധാനിയാണ്. 3 പ്രാവശ്യം ചോദിക്കും. 3 പ്രാവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നോക്കും, ഉടനെ അവരുണ്ടോ ഇവരുണ്ടോ അവിടെ ഇവിടെയൊക്കെ ചോദിക്കും, എല്ലാവരും വന്നിരുന്നോ എന്നാൽ എല്ലാവർക്കും ഇന്നും അനാഥം കിട്ടിക്കഴിഞ്ഞ് ഇവർ പറയും എല്ലാവരും വന്ന് ഇരുന്നോ. എല്ലാവരും വന്ന് ഇരുന്നോ എന്നല്ല, നിരന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് 3 പ്രാവശ്യം ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കും, കിണ്ടിയും വെള്ളവും വയ്ക്കട്ടെ. കിണ്ടിയും വെള്ളവും വയ്ക്കട്ടെ. ഈ കിണ്ടിയും വെള്ളവും വെക്കുന്നത് എന്തിനാണ്? കൈ കഴുകാനാണ്. കൈ കഴുകണം. പിന്നെ അതുപോലെ തന്നെ പണ്ട് നാട്ടിൽ വരുന്നവരൊന്നും ചെരിപ്പിട്ടില്ല, ചള്ളയൊക്കെ ആയിട്ടുള്ള കാല് കഴുകണം. അതിനൊക്കെ വെള്ളം വെച്ചിട്ട് എല്ലാവരും കഴിയേച്ചൊക്കെ ആയിരിക്കും കയറിയിരിക്കും. അത് ആ ചോദ്യം കംപ്ലീറ്റ് ആണ്. അങ്ങനെ പിന്നെ നെല്ലും നീരും വെക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ചോദ്യം ഉണ്ടായിരുന്നു. ഞാനിതൊന്നും മുഴുവൻ ഓർക്കുന്നില്ല. ഇതെല്ലാം വന്ന് എല്ലാവരും ഇത് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം വിളമ്പട്ടെ എന്ന് ചോദിക്കും. അപ്പം ഭക്ഷണം വിളമ്പാനും കണക്കുണ്ട്. എന്നതൊക്കെയാണ് ആദ്യം വിളമ്പേണ്ട ആൾക്ക് ഉണ്ട്. അതനുസരിച്ച് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിളമ്പി. പക്ഷെ എല്ലാവരും ഇരിക്കുക, നിലത്ത് ചമ്പറം പടിഞ്ഞിരിക്കുക. ശരി. ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും നിലത്തിരിക്കാൻ പറഞ്ഞാല്. നിലത്തിരിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, എഴുന്നേക്കാനാ ബുദ്ധിമുട്ട്. കുനിയാൻ വേണ്ടി ചോർന്നെന്ന് പറയുന്ന പോലെ. ഞങ്ങളുടെ പള്ളിയിൽ ഒരിക്കലും നിലത്തിരുത്തി എല്ലാവർക്കും ഓണസദ്യ കൊടുക്കും. പുള്ളിക്കൽ കൊടുക്കും കുറച്ച് പേർക്ക് എഴുന്നേക്കാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഉടുത്ത മുണ്ട് പറഞ്ഞു പോയി. അയ്യോ, കൊള്ളാം. അതൊക്കെ സംഭവിക്കും. അതെ. അതുകൊണ്ട് അങ്ങനെയാണ്. അന്ന് കാലത്തൊന്നും കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ നമ്മൾ പെണ്ണിനും ചെറുക്കനും മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ? 2 കാറ് കാണും. അത് ശരി. ബാക്കി എല്ലാവരും നടന്ന് പള്ളിയിൽ പോകണം. അങ്ങ് ദൂരെയൊക്കെ ആണെങ്കിൽ എങ്ങനെ? ദൂരെയൊക്കെ പെണ്ണിനൊക്കെ കെട്ടിക്കുകയോ ചെറുക്കനെ ബസ്സിന് പോകണം. ദൂരെയൊക്കെ കെട്ടിക്കുകയാണെങ്കിൽ ഒരു ബസ് പഠിക്കുക, അതിനുള്ള ആളെ പോവുള്ളൂ. അല്ലാതെ ഒരുപാട് പേരൊന്നും പോകത്തില്ല. പിന്നെ പെണ്ണും ചെറുക്കനും കാറ് കാണും അല്ലേ? അതേ ഉള്ളൂ. അതിങ്ങനെ അലങ്കരിച്ച വലിയ ഇതായിട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഈ കാറുകൾ വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നടക്കുകയായിരുന്നു. അന്ന് കാലത്ത് നടക്കായിരുന്നു. അതിന് മുമ്പുള്ള കാലം നമ്മൾ ജീവിച്ചിരിപ്പിട്ടില്ലോ. അത് തന്നെയല്ല, അന്നുള്ള കാലത്ത് ദൂരെ നിന്ന് ആരും പെണ്ണ് കിട്ടാറില്ലല്ലോ. വില്ലേജുകളിൽ നിന്നോ അല്ലെങ്കിൽ അയലോക്കത്തിൽ നിന്ന് എവിടെയെങ്കിലും നിന്നൊക്കെ ആയിരിക്കും കേട്ടത്. അല്ലാതെ ഇപ്പം കോട്ടയത്തുള്ള വണ്ടമ്പേറ്റ് പോയി കല്യാണം കഴിക്കാം. അല്ല, അത് ഞാൻ ഈയിടെയല്ല ഒരു നാട്ടിൽ പോയപ്പോൾ 107 വയസ്സുള്ള ഒരു അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതുപോലെ സംസാരിക്കുകയും അമ്മച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അമ്മച്ചി കോഴഞ്ചേരിയിൽ നിന്ന് മലപ്പള്ളിക്കാണ് കെട്ടുന്നത്. അമ്മച്ചിക്ക് 2 ആറ് കടന്ന അഭിപ്രായം വരണ്ടേ. കാരണം കോഴഞ്ചേരിയിൽ ഒരു ആറുണ്ട്, മലപ്പള്ളി ഒരു ആറുണ്ട്. അപ്പം തലേ ദിവസം ഇവരുടെ കെട്ടുന്ന ചെറുക്കൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ സ്വന്തക്കാർ പോലെ അവിടെ വന്ന് അവർ 3 ദിവസം മുമ്പ് യാത്ര തിരിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലപ്പള്ളി വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. 2 ആറ് കടക്കണേ. അതെ. വള്ളം. എൻ്റെ അമ്മയാണേലും വെണ്ണുകുളത്തുനിന്ന് മലപ്പള്ളി കെട്ടിച്ചപ്പോൾ ഇതുപോലെ 6 കടന്നൊക്കെയാണ് വന്ന കാര്യം പറയുന്നത്. അതെ. 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 പക്ഷെ അച്ഛൻ കോട്ടയത്തായിരുന്നോണ്ട് കുറച്ചുകൂടെ സിറ്റിയുടെ ഒരു കോട്ടയത്തിന്റെ ഒരു വൈബ് നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം കല്യാണം കൂടിയിട്ടില്ല. പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ മിലിറ്ററി പോയി അവിടുത്തെ കാര്യം ഒന്നും അറിയത്തില്ല. അന്ന് കല്യാണത്തിനൊക്കെ പാടുന്ന ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? ഇല്ല അച്ഛന് കല്യാണത്തിനൊക്കെ പാടുന്ന ഒരു പാട്ട് ഓർമ്മയുണ്ടോ? 2 ലൈൻ.
ആരും പാടുകയൊന്നും കല്യാണം കൂടിയിട്ടുണ്ടെങ്കിൽ അതെ അതെ ഇവിടെ വീട്ടിൽ ചെന്നപ്പോ എന്നെ കൊണ്ട് വേദവസ്തം വായിപ്പിച്ച് അതെയോ മലയാളം വായിക്കുക മലയാളം വായിക്കുന്നത് അറിയാവുന്ന മുക്കി മൊഴിയൊക്കെ വായിച്ചത്. കാരണം നമുക്ക് ഒന്നാമത് മലയാളത്തിന് വലിയ ഇതൊന്നുമില്ല, രണ്ടാമത് വായിക്കാനും പിടിക്കാനും ഒന്നും അറിയത്തില്ല. ഏതായാലും ഇവിടെ അർത്ഥം പറഞ്ഞു വായിക്കാൻ പറഞ്ഞു വായിച്ചു. അതെ അതെ. അമ്മാമ്മ വീട്ടിലെ മൂത്തതായിരുന്നു? അല്ല, മൂത്തതല്ല, ഇളയതായിരുന്നു അല്ലേ? ഇളയതുമല്ല മൂത്തതുമല്ല. മൂത്ത ഇളയതാണ്. മൂത്ത 5 പേരുണ്ട്, പിന്നെ ഇളയത് 3 പേരുണ്ട്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പം അവർക്കൊരു പുതുമയല്ലായിരുന്നു അച്ഛനത് കല്യാണം കഴിച്ച് വന്നത്. ഈ ഒരു ഞാൻ വന്നോ കാരണം ഓൾറെഡി പുതുമയൊക്കെ ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു. ഇവിടെ വീട്ടിൽ പോയത് ഇത്തേറ്റം വരെ വെള്ളമുള്ള ആ സമയമായിരുന്നു. പാടം കിടന്ന മണ അവിടെ ചെന്ന് എങ്ങനെയാ പോകുന്ന മുണ്ട് കൊടുത്തോണ്ടല്ലേ വന്ന് ഇട്ടിരിക്കുക, അത് ഊക്കി പിടിച്ചോണ്ട് പറഞ്ഞു. അതെ അതെ രസം അതൊക്കെ പോയി ആരും ഓർക്കുന്നില്ല. അതെ അതെ. അല്ല, പഴയ കാലങ്ങളിൽ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പം യൂബർ വിളിച്ച് ജീവനോ നമ്മൾ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അതെ അതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും. അതെ അതെ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്കൂട്ടറായി മോട്ടോർ സൈക്കിൾ. അന്നത്തെ ഒരു മീനിടത്തിൻ്റെ അന്നത്തെ ഒരു ഭീകരത എന്തായിരുന്നു? അച്ഛനെ ചെറുപ്പത്തിൽ ആൾക്കാർക്കുള്ള ഒരു ശങ്ക എന്തായിരുന്നു? ചെറുപ്പത്തിൽ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ കാലത്തൊക്കെ വീടുകളിൽ കറണ്ട് ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ കീഴേ പഠിച്ചതൊക്കെ. അപ്പം വീട്ടിലെ ഒരു പേടി എന്തായിരുന്നു? അങ്ങനെ സൊസൈറ്റിയായിട്ട് ഒരു പേടി തോന്നി. അന്ന് പിന്നെ രാത്രിക്ക് ഇറങ്ങി നടക്കുന്നതിനോ പുറത്തോട്ട് ഇറങ്ങുന്നതിനോ ഒന്നും പേടിയൊന്നും. ഇന്നിപ്പം മോഷ്ടാക്കളല്ലേ, ഇന്നിപ്പം മാല പൊട്ടിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പേടി? ഒരു പേടി പാമ്പ് കാര്യങ്ങളൊന്നും ഒരു പേടിച്ച്. പാമ്പുണ്ട്, ഞാൻ എത്ര പാമ്പിനെ തല്ലിക്കൊണ്ടിട്ടുണ്ട്, എത്ര എണ്ണത്തിന്റെ പുറത്ത് കവച്ച് കിടന്നിട്ടുണ്ട്. അതെ അതെ. നമ്മൾ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കുകയെടുക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം മുമ്പിൽ തന്നെ ഉണ്ട്. അതെ അതെ. ഞാനാണെങ്കിൽ പഠിക്കുന്ന കാലത്ത് 2 വീടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ആ താമസമൊന്നും കിടപ്പില്ല. മറ്റേടത്ത് ഞാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ശല്യമൊന്നുമില്ല, വേറെ ആരും ഇല്ല, അതിന് പോകുന്ന ഒരു റാന്തലുമായിട്ട് പോകുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇപ്പോഴും പാമ്പിനെ തല്ലിക്കൊല്ലാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഒരു പാമ്പിനൊക്കെ ഉണ്ടായാൽ പേടിയൊന്നുമില്ല. മൂർഖനാണേലും പ്രശ്നമാണേലും പിടിക്കാറുണ്ടോ? അതിനെ പിടിച്ചിട്ടുണ്ടോ? പിടിക്കാനുള്ള പിടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് അങ്ങനെയല്ല, വെള്ളത്തിലുള്ള പാമ്പിനെ പിടിച്ചിരിക്കും. മനസ്സിലായി. അത് മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഉള്ളത് വരാനുള്ളത് ഓർത്ത് പിടിച്ചിട്ടുണ്ട്. അന്ന് ഈ കാലഘട്ടത്തിൽ അച്ഛനി നമ്മുടെ നാട്ടിൽ ആന ഉണ്ടായിരുന്നല്ലോ, എല്ലാത്തിനും തടി പിടിക്കാനും ഒക്കെ ഉണ്ടല്ലോ. അന്ന് ഏതെങ്കിലും ഇന്നത്തെ പോലുള്ള ശല്യമുള്ള ആനകളായിട്ട്, അല്ലെങ്കിൽ വീടിനടുത്ത് ആനയുള്ള വീടുകൾ ഉണ്ടോ? മതപ്പാടൊക്കെ അറിയാമായിരുന്നോ? മതപ്പാടുള്ള ആനകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെയൊന്നും ഉണ്ടായിരുന്നതായിട്ട്. നിന്റെ അവിടെ ഉണ്ടായിരുന്നു? അവിടെ തോട്ടക്കാട് ഇപ്പോൾ ഒരു ഫാമിലിയുടെ കാര്യം അറിയുന്നത് ഉണ്ട്. ഞങ്ങളുടെ അവിടെ കറിച്ചാലിൽ ചമ്പക്കരയിലൊക്കെ ആനയുള്ള വീടുകാരുണ്ട്. ഇടയിൽ ഒരു വീട്ടിൽ ആന ഉണ്ടായിരുന്നു. വെട്ടത്തുകോലിൽ ഒരു ആന കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനെ ആന വളർത്ത് നിർത്തിയിട്ടുണ്ട്. പുള്ളി ആസാമീസ് ആനയെ കൊണ്ട് ആനയെന്ന് പറഞ്ഞാൽ ചെറിയ ആന ഒക്കെ ഉള്ളതിനെ കൊണ്ടുവന്നിട്ട് വാഴക്കാലക്കാർക്ക് ആനയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് പോലെ ഈ ക്ഷേത്രത്തിലൊക്കെ അന്ന് ആനകൾ ഇടഞ്ഞതായിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഇടയൊന്നുമില്ല. അതൊക്കെ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അമ്പലത്തിൽ കയറിയിട്ടുണ്ട്. അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു, ഒരു വാര്യ. പുള്ളിക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്ന അമ്പലത്തിൽ കയറണ നീ എൻ്റെ കൂടെ പോയി കൊണ്ടുപോകാം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് ഏറ്റവും അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു മതിൽക്കെട്ടുണ്ട്. അതിന് ഇത്രയും വീതിയുള്ളൂ. ഒരാൾക്ക് കഷ്ടിച്ച് കയറാൻ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം കാണുക ചെയ്യാവുള്ളൂ, ഒന്നും മിണ്ടരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ മതില് കടന്നു കഴിഞ്ഞാൽ ചോദിക്കാവുള്ളൂ. മനസ്സിലായി. പിന്നെ പുള്ളി കാണിക്കുന്ന പോലെ കാണിക്കണം. അച്ഛാ, നമുക്ക് ഈ ഉച്ചയായല്ലോ, അച്ഛന് വേറെ കാര്യങ്ങളും പോകാനുണ്ടല്ലോ. നമുക്ക് ഇനി ഒരു അവസരത്തിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. മമ്മ ഒരു വാക്ക് പറയാമോ? എന്തേലും ഫിർമിലേങ്ക എന്ന് പറഞ്ഞുതരും. ഫിർമിലേക്ക് അല്ലേ? മടങ്ങുക കരിഞ്ഞു മരിഞ്ഞു ആശു മണ്ണാകും ഈ ശരീരം. താങ്ക് യു സോ മച്ച്. ഞാൻ